അയ്യോടിയേ നമ്മുടെ വണ്ടി എന്തേ? മോട്ടോർ സൈക്കിൾ എന്ത് ചെയ്യാൻ നോക്കുവാടാ? പടം കഴിച്ചിട്ട് തരാം. ഞങ്ങളെ കുറച്ച് പേരോട് ഡ്രൈവിംഗ് പഠിച്ചിട്ടിരിക്കുക. ബോംബെ അധോലോകത്തെ കിടകിട പറപ്പിച്ച ഫാന്റം ബൈലിയുടെ തന്നെ വേണം ഇല്ലടാ നിനക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ. ഞാൻ വിടുകല. അപ്പോഴേ സാറേ, ഈ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന സാർ ആരാന്ന് സാറിന് അറിയാവോ സാറേ? വന്ന് കാണിച്ചാടാ. അങ്ങനെ ഒരു സാർ ആരാണെന്ന് എനിക്കും കൂടി അറിയണമല്ല. ചവിട്ടി അവന്റെ അടിനാവ് ഞാൻ കലക്കും. പൈലി വെച്ചപ്പാ ഞാനില്ലേ കൂടാ. എവിടെയാണ് അവൻ? പ്രാഞ്ചി. ആര്? ഇറച്ചി പ്രാഞ്ചി പരോളിൽ ഇറങ്ങിയതാ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആശാൻ എപ്പോന്ന് ആശാനെ? ഞാൻ പോയ ഗ്യാപ്പില് നിനക്ക് പുതിയൊരു ആശാനെ കിട്ടിയെന്ന് കേട്ടല്ലോടാ. ആശാന ഇവനാ? എനിക്കൊരൊറ്റ ആശാനേ ഉള്ളൂ. അത് ദയിരിക്കുന്ന പ്രാഞ്ചി ആശാന. അബദ്ധം പറ്റിപ്പോയി. ആശാന്റെ പിള്ളേരാണെന്ന് അറിഞ്ഞില്ല. ഇവൻ ഈ നാട്ടുകാരനല്ല, വരുത്തനാ. ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം. എന്നെ നാട്ടിക്കരുത്. ഇപ്പൊ ആശാനൊന്ന് കണ്ണടച്ചാ ദേവസിക്ക് അതൊരു വെയിറ്റ് ആയിരിക്കും. പ്ലീസ് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. എടാ വർത്ത, ദേവസ് പറഞ്ഞോണ്ട് തൽക്കാലം നീ ഇത് കൊണ്ടുപോക്കോ. പക്ഷേ എന്റെ പിള്ളേരെ നീ ഒന്ന് ഇക്കിളിയാക്കിയതിന് ഒരു ചെറിയ ശിക്ഷ. അവരുടെ മുമ്പില് 101 സ്റ്റൈല് മേത്ത വിട്ടിട്ട് മോട്ടോർ സൈക്കിൾ എടുത്തോ. ചോദിക്കുമ്പോ ഇനിയും തരണം. തേച്ചു വേണോ? കുറച്ചിരുന്നേ കൊള്ളാമായിരുന്നു. കൈ ഒടിഞ്ഞിരിക്കുവാന്നേ, അതുകൊണ്ടാ. എണ്ണം കുറയ്ക്കണം അല്ലേ? പറ. പ്രാഞ്ചി, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലടാ ഫാൻറ്റത്തിനോട് കളിക്കരുന്ന്. ഹലോ, ഇനി ആരെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ ബാലൻസ് ഉണ്ടാ? വണ്ടി കൊണ്ടുപോകണം, അതാണ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പടം എങ്ങനെയുണ്ട്? സ്തുതിയായിരിക്കട്ടെ.
ഓ സ്തുതിയായിരിക്കും. സ്തുതിയായിരിക്കട്ടെ അല്ലേ? ഇറ്റാലിയൻ വൈൻ. സിംസാരം ഉണ്ടോ കൊച്ചു? മെത്രാനച്ചൻ വത്തിക്കാനിന്ന് കൊണ്ടുവന്നതാ. അത് ശരി. അപ്പൊ മെത്രാച്ചനുമായിട്ട് ഇത്ര അടുപ്പമുണ്ടായിട്ടാണോ അച്ഛൻ ഈ കാട്ടുമുക്കി വന്ന് കിടക്കുന്നത്? മെത്രാനച്ചൻ എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. പിന്നെന്തിനാ ഇത്രയും വില കൂടെ വൈനൊക്കെ തരുന്നേ? ആര് തന്നു? നാണം കെട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ടും തന്നില്ല. പിന്നെ കുന്തം. എടോ, നമ്മളൊരു സാധനം കൊതി കയറി ചോദിച്ചു എന്നിരിക്കട്ടെ, അയാള് തന്നില്ല, താൻ എന്ത് ചെയ്യും? പിടിച്ചു പറിക്കും. ആ, ഞാനും അതേ ചെയ്തുള്ളൂ. പിടിക്കാതെ പറിച്ചു. ഓ, ഇത് ഇസ്കിയതാണല്ലേ? മോഷണം. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇയാള് സിനിമാ വിശേഷങ്ങൾ പറയടോ. തനിക്ക് എവിടെന്നാ ഈ ഫാൻഡം എന്നുള്ള പേര് കിട്ടി? വീരുദേവകൻ തന്നതാ, ഫൈറ്റ് മാസ്റ്റർ. നമ്മുടെ അജയ് ദേവകന്റെ ഫാദർ. അച്ഛൻ ഈ ഫാൻഡം കോമിക്സ് വായിക്കാറില്ലേ? നല്ല ആറ്റൻ ഇടിക്കാരനാ ഫാൻഡം. മനോരമൻ ഉണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. പള്ളിയില് മനോരമയല്ല, ദീപികയാ. അയ്യോ കഷ്ടം, മറ്റു പത്രങ്ങൾ കൂടി വായിക്കണ്ടേ? എടോ, കളിച്ച് കളിച്ച് ഞങ്ങളുടെ പ്രിസ്റ്റേജ് കയറി പിടിക്കല്ലേ. താൻ ആളൊരു വിടുവായനാണെന്ന് തന്റെ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കൈ ആരാ ചവിട്ടി ഓടിച്ചത്? साले तुम इसको लेके जाएंगे? नायक जरूर. विलन तुम सोच से मेरे अड्डे से इसको ले जाएंगे? नायक तेरे से भी बड़ा बड़ा शेर का अड्डे से हम बकरा को बचाएगा. विलन देख तुम कर सकता क्या? नायक हम माँ का दूध पिया तो इन दिन खून होगा तो इसको हम लेके जाएगा. താൻ ഇതിൽ ഏത് റോളാ? ഹീറോ. ഹീറോയോ? ഹീറോയുടെ ഡൂപ്പ്. അയ്യോ, അപ്പൊ ഹീറോ ഒരു പേടിത്തൊണ്ടനാണല്ലേ? അവന്റെ പേടിയല്ലേ അച്ചോ എന്റെ കഞ്ഞുകുടി. മുഴുത്തവന്റെ കഴപ്പല്ലേ എളിയവന്റെ പിഴപ്പ്. സമയം കളയാതെ കൈയൊടിഞ്ഞതിന്റെ ഫ്ലാഷ് ബാക്ക് പറയടാ പൈലി. ഫ്ലാഷ് ബാക്ക്. ആ, ഫ്ലാഷ് ബാക്ക്. नेक्स्ट शूट आउट सर. राजा को बुलाओ. राजा रेडी? हाँ जी रेडी. फैंटम टेक. रेडी मास्टर. Very good. Well done, Phantom. Thank you. അപ്പോ പിടിയും വലിയും ഉരുട്ടിപ്പിടുത്തം മുഴുവനും ഡ്യൂപ്പിന്. നായകൻ പാവം, അവന് പാട്ടും ഡയലോഗും മാത്രം. വല്ല ബലാത്സംഗം ഉണ്ടേല് അത് മറ്റവൻ ചെയ്യും. വില്ലൻ. നീ വില്ലന് ഡ്യൂപ്പിടാറുണ്ടോ പൈലി? നീ എനിക്ക് സ്വന്തം അനിയനെ പോലെയാ. നിനക്ക് സ്വർഗത്തിൽ പോണമെന്നുണ്ടോ? ആഹാ, അപ്പൊ ഇനി കുപ്പി വേറെ ഉണ്ടോ? എങ്കിൽ പിന്നെ ഇന്ന് സ്വർഗത്തിൽ പോയിട്ട് തന്നെ കാര്യം. കുപ്പിയുടെ കുപ്പിയുടെ കുപ്പിയുടെ. ഇതാ സ്വർഗം അല്ലട മോനെ, സാക്ഷാൽ സ്വർഗരാജ്യം. അതെങ്ങനെ പോവും? ഞാനിപ്പോ മരിക്കണം. മരിക്കാതെ പോവാം. എങ്ങനെ? നീ ഒന്ന് കുമ്പസാരിച്ചാ മതി. പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് വിശദമായിട്ടൊന്ന് കുമ്പസാരിച്ച ഈ നിമിഷം തന്നെ നിനക്ക് സ്വർഗത്തിൽ പോവാം. പാവങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് അച്ഛനോട് പറയണം. പരമാവധി വിശദീകരിച്ചോ, അതാണ് അതിന്റെ ശരി. ഒച്ചോ എന്തോ അച്ഛൻ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ഏ സിനിമാക്കാരന്റെ പാവങ്ങൾ കേട്ട് കത്തനാരിപ്പം സൂഹിക്കണ്ടാന്ന്. നീ അതവിടെ വെച്ചേ. കുമ്പസാരിക്കാത്തവനും കുർബാന കൈക്കൊള്ളാത്തവനും ഒന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല ഇത്. ഇത് അച്ഛനെ വല്യച്ഛൻ്റെയാ. അങ്ങേരാ എന്നെ പഠിപ്പിച്ചേ. ഞാൻ പഠിച്ചു വന്നപ്പോഴേക്കും അങ്ങേര് ഇത് പോയിട്ട് ഒരു പീപ്പി പോലും ഊതാൻ പറ്റാത്ത പരുവത്തിലായി. അച്ഛനെ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കണം? ഒന്ന് വായിക്കേ, ഫയലൊന്ന് കേക്കട്ടോ. അങ്ങേ ലോകണ്ട്. അവിടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് എന്റെ കൂടെ സുഖമായിട്ട് വേല ചെയ്യണമെങ്കിൽ മതിയടാ. അങ്ങേ ലോകത്തെ സുഖമൊക്കെ അച്ഛനെടുത്തു. ഞാൻ ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത് ജീവിച്ചോളാം. ആ, അപ്പൊ നീ നന്നാവില്ല എന്ന് ഉറപ്പാണല്ലേ? നടക്കേലച്ചോ,
അച്ഛൻ ഈ പാവം പിടിച്ച നാട്ടുകാരുടെ ഡ്യൂക്കിലി പാവങ്ങൾ കേൾക്കാനാ വിധി. ആ സിനിമാക്കാരന്റെ എരിവും പുളിയും ചൂടുള്ള പാവങ്ങൾ കേൾക്കാനുള്ള യോഗമില്ല. എടാ മഹാഭാവി, നീ നരകത്തി പോവും. പൗരോഹിത്യത്തെ പുച്ഛിക്കുന്നവന് അഗ്നി നരകമാണ് ഫലം. ആര് പുച്ഛിച്ചു? എനിക്ക് അച്ഛനോട് ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷെ കുമ്പസാരിക്ക് സൂചിച്ചിട്ട് ഇവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോടാ. ഏയ് വേണമെങ്കിൽ കൊല്ലാം. എന്താ വേണോ? എന്റെ കർത്താവേ, നീ വേഗം നടന്നേടി കൊച്ചേ. നീ ഇപ്പൊ പൊക്കോ. 24 മണിക്കൂറുള്ളിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഈ നാട്ടുകാര് പേപ്പട്ടിയെ പോലെ കല്ലെറിയും. നിന്റെ അപ്പനെ നീ എടുത്ത് കൊടുത്ത കാശുണ്ടല്ലോ, അത് ഏത് വകുപ്പിലുള്ളതാണെന്ന് എനിക്കറിയാം. അവളൊരു ശീലാവതി. ഈ ഭദ്രന്റെ തനിക്കുണം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളടി. നിന്നോടും കൂടിയാ പറയുന്നേ, ചെവി എന്നുള്ളിക്കോ. നീ ഒറ്റക്കൈ നാട്ടിലെ നീ നാട്ടിലേക്ക് വന്നത് അതിന്റെ ഒരു 10 ഇരട്ടി ഡാമേജോട്ടല്ലാതെ നീ പള്ളിക്കരയിൽ നിന്ന് തിരിച്ചിറങ്ങിയ എന്നത് ഇങ്ങനെ വിളിച്ചോ. ഇങ്ങനെ എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? വാ, ഉള്ള സ്ഥലത്തൊക്കെ കയറി ഇരിക്കും. അതെ, നാട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ തന്റെ കയ്യിലേക്ക് വന്നത്. ഏത് കാശ്? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എടോ, നാട്ടുകാർ പിരിച്ചെടുത്ത കാശ്. ഓ അതോ, അതിനിപ്പോ എന്താ കുഴപ്പം? നാട്ടുകാരുടെ പണം പിരിച്ചതേ സമരാവശ്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ ലോറി വാങ്ങാനല്ല. ലോറി വാങ്ങിച്ചോ? ആര്? താൻ ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കണോ നായരെ? അവളാ കാശെടുത്തോണ്ട് കൊടുത്ത്. അത് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ ആ കാശെവിടെ? അതെ, ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരല്ലോ പിള്ളേച്ച. മേലാൽ ഈ വക കാശിന്റെ കാര്യമൊന്നും എന്നെ ഏൽപ്പിക്കരുത്. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. സതി, ആ അവരെന്ന് കാശൊക്കെ എടുത്തു കൊടുത്തേ. എന്താന്ന്? ചേച്ചിയല്ല, ഞാനാ വെച്ചിരുന്നേ. എന്താ വേണ്ടേ? അല്ല പിള്ളേച്ച, ആ ഭദ്രൻ പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങള് പെട്ടെന്ന്. ഏത് ഭദ്രൻ? ഓ, അപ്പൊ നിങ്ങക്ക് എന്നേക്കാ വിശ്വാസം അവനെയാണല്ലേ? എല്ലാ കോച്ചറക്കൊളിക്കും കാരണം ഇയാൾ ഒരൊറ്റൊരുത്തനാ. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ. ഞാനോ? ഇനിയിപ്പോ അതും പറഞ്ഞ എല്ലാരും കൂടെ എന്റെ ചക്കത്തെ കയറിക്കോ. എടി മറിയേ, താൻ എന്തുമാതിരി പരമ കൊഞ്ഞാണനാടോ പൈലി. ഈരാറ്റുപേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ഈരാറ്റുപേട്ട? വെറുതെ അല്ലടോ താൻ നടനാകാതെ ഡ്യൂപ്പായി പോയത്. 10,000 രൂപയൊക്കെ വെറുതെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വെറുതെ അല്ലല്ലോ അച്ചോ. അവിടെ അപ്പം തിരിച്ചു വരുമ്പോ തരികല്ലേ. പിന്നെ ചെല്ലപ്പൻ പിള്ളല്ലേ, ആ കാശ് പോക്കറ്റ് അടിച്ച് പോയെന്ന് കരുതിയാ മതി. പോന്നേ പോട്ടെ, എന്തോരം കാശ് പൈല് വെള്ളമൊടിച്ചു കളയും. അത് വിട്, നിനക്ക് അവളോട് എന്തോ ഒരു ഇതുണ്ട് ഇല്ലേ? നീ അത് ചെയ്യല. എന്തോന്ന് ഇത്? ഒന്നുമില്ലേ? എന്തൊന്നുമില്ല. എന്നാ നീ ഒന്ന് കുമ്പസാരിച്ച്. അത് വേണ്ട. കണ്ടോ കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്. ഒരു കാര്യമില്ല. ഒണ്ടേലും സാരല്ലടാ, നമുക്ക് അവളെ മാമോദിസ മുക്കാം. എന്തായാലും മറ്റവളെ മുക്കണം. എന്നാ പിന്നെ ഹോൾസെയിൽ ആയിട്ട് അങ്ങ് മുക്കാം. അച്ചോ, ഒരു ഫൈറ്ററുടെ ജീവിതം എന്ന് വെച്ചാ
അതൊരു തരം ഞാനുമേ കളിയാ. കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ വന്നാൽ ചിലപ്പോൾ കാലടറിക്കും എന്ന് വെച്ച് പൈലിക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ. ഈരാറ്റുപേട്ടയെന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ ബോംബെയിലോട്ട് തെണ്ടാൻ പോയ പൈലി. അങ്ങനെയായിരിക്കും അച്ഛൻ്റെ ധാരണ. കുടുംബത്തിൽ പിറന്ന അച്ഛോ ഞാനും. മാങ്കോയിക്കലെന്ന് പറയും. മൂത്തവരാ ഞാൻ. മാങ്കോയിക്കലവർ അച്ഛൻ്റെ പൊന്നുമോൻ. ഹിന്ദി സിനിമയിലെ ഞൗണാന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഡൂക്കില് ഡൂപ്പ് സ്റ്റണ്ട് നടൻ. ഹീറോയ്ക്കും വില്ലനും ഡൂപ്പ് കളിച്ച് തീക്കകത്തോട്ട് എടുത്ത് ചാടും. കപ്പലിൽ നിന്ന് വീഴും. 10ാം നിലയിലോട്ട് ഏണിയില്ലാതെ പിടച്ചു കയറിയിട്ട് കൈവിടും. താഴെ എന്തുമാത്രം ബെഡും വലയും പിരിച്ചാലും ഈ പുറന്തല്ലി വീഴുമ്പോ തലമുറകൾ കുടിച്ച മുലപ്പാല് കക്കി പോവച്ചോ. ഒരുപാട് കക്കിയിട്ടുണ്ട് പൈലി. 1.5 രൂപ കൊടുത്ത് സിനിമ കാണുന്നവന്റെ കൈയടി പോലും നമുക്ക് കിട്ടുകയല്ല. അത് മുഴുവൻ മറ്റവും കൊണ്ടുപോകും. പാവാവിനെ നടത്തുന്ന ഞൗണാൻ. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എനിക്ക് ഇത്രയും കാശ് വേറെ ഏത് പണി ചെയ്താൽ കിട്ടുവച്ചോ. കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതായപ്പോ അപ്പം പോയി. വിഷം കഴിച്ചു. എനിക്കോ ജോസ് കുട്ടിക്കോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പ്രയോജനം കിട്ടാത്ത 4 വരി എഴുതി വെച്ചിട്ട്. മോനെ പൈലി, മനസ്സിന് കട്ടിയില്ലാത്തോണ്ട് ഈ അപ്പനങ്ങ് പോവുക. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. നീ എങ്ങനെ നിന്ന് പഴയ്ക്കണം? കാക്കക്കാലെ പോണ പ്രായോ ജോസ് കുട്ടിക്ക്. അമ്മയില്ലാത്ത കുഞ്ഞ. അവനെ നീ നോക്കണം. ശവക്കുഴി വെട്ടിയവൻ കടത്തിന് കുഴിവെട്ടി. ശവപ്പെട്ടിയും കുന്തിരിക്കവൻ കടം കിട്ടി. വികാരിയച്ഛൻ കുഴിക്കാടം മേടിച്ചില്ല. കൊടുക്കാനില്ല. അത്രയ്ക്ക് പരമതണ്ടിയായിട്ട് എന്റെ അപ്പം പോയത്. മോനെ, കട 1 2 ആയിരുന്നില്ല അച്ചോ, ലക്ഷങ്ങളാ. അത് മുഴുവൻ ഞാൻ വേലെടുത്ത് വീട്ടി. ഗ്രാനൈറ്റിന്റെ കല്ലറ ഇല്ലേലും എന്റെ അപ്പനിപ്പോ ഇടവക സിമിത്തേരിൽ സുഖമായിട്ട് കിടക്കാം. മാലാകമാരൊന്നും അങ്ങേരെ എനിക്ക് പറ്റിയകാരൊന്നും വിളിക്കല്ല. അപ്പം മരിക്കുമ്പോ ജോസ് കുട്ടിക്ക് 1 വയസ്സ് തികയല്ല. കാക്കയ്ക്കും പരത്തിനും കൊടുക്കാതെ ഒരല്ലലും അറിയിക്കാതെ ഞാൻ ഇത്രയും കാലം നോക്കി. അവന്റെ കല്യാണം നടന്നു. ഹിന്ദു എങ്കിൽ ഹിന്ദു, അവള് മുങ്ങിയാ മുങ്ങി, ഇല്ലെങ്കിൽ വേണ്ട. അതും കൂടെ കഴിഞ്ഞാൽ മടങ്ങാം. ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ പൈലിക്ക് മടങ്ങാം. അച്ഛൻ വരുന്നു എന്റെ ഇവിടെ. ബോംബയ്ക്കോ? എവിടെ വേണേലും പോവാച്ചോ. ഈ ഭൂമിയുടെ അറ്റം വരെ വേണേ പോവാം. നമുക്ക് ഇതിൽ പോവാച്ചോ. എന്താ വരുന്നോ? പോട്ടോ. பைலி இல்லை, வேந்தம் பைலி. நான் பெருமாள், வரதராஜ பெருமாள். ஆனால் யாரும் என்னை பேர் சொல்லி கூப்பிட மாட்டாங்க. அண்ணாச்சின்னு மரியாதையை தான் கூப்பிடுவாங்க. ஓ அட நெல்லுப்பா, உன்னை பார்க்க தானே வந்தேன். என்ன എന്തിന്? கொஞ்சம் பேசணுமே. അതിനെന്താ അണ്ണാച്ചി? ഇഷ്ടം പോലെ പേശിക്കോ. நேற்று நீ அடிச்சில்லையா பத்ரன்? அவன் என்னோட ஆளு. ഓ അതെ, പട്ടിയെ വളർത്തുകയാണെ കെട്ടിയിട്ട് വളർത്തണം. അല്ലാതെ ഇങ്ങനെ തെണ്ടാൻ വിട്ടാനുണ്ടല്ലോ, നാട്ടുകാരെ ചളക്കി പണ്ടാരടക്കളി. இரு 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 அவன் பண்ணது தப்பு தான். அது கொண்டு தானே மாப்பு கேட்கறதுக்கு அவனை கூப்பிட்டு நான் ഇവിടെ വന്നത്. അത് ശരി. അപ്പൊ അവൻ ഇതിനകത്തുണ്ടായിരുന്നല്ലേ? പണിയാവുന്ന പണി മുഴുവൻ இரு இரு இருப்பா இருப்பா, அமைதியா இருக்கண்ணா. உன்னால எத்தனை நாள் அடிக்க முடியும்? 5 10 இல்ல அதுக்கு மேலையா? ஆனா அதுக்கு மேல ஏற பேர் என்னுண்டு. என்னாலும் நான் தனியா விட வந்தேன். എന്താണ്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാടോ അണ്ണാച്ചി? வயலே, உன்னை எனக்கு வேணும். நீ என்னோட இருப்பியா? உனக்கு எவ்வளவு சம்பளம் வேணும்? நீயே പറ. ചോദിക്കുന്ന കൂലിയെന്ന് പൈലിയെ വേലക്ക് നിർത്താൻ മൊയിലാളിക്ക് മൊയിലാവുക. മൊയിലാളി, உனக்கு எவ்வளவு வேணுமோ அவ்வளவு நான் தர்றேன். ஆனா நீ என்னோட இருக்கணும். நீ பறஞ்சால் கேட்கறதுக்கு இவட நிறைய பேர் உண்டு. அதை யூட்டிலைஸ் பண்ணிக்கணும். அந்த முட்டாள் ஃபாதர் கூட நீ பறஞ்சா கேட்பான். விட்டுற சொல்லு. சமரம் கிமரம் எல்லாத்தையும் விட்டுற சொல்லு. என்ன பையில யோசிக்கிற? இதை பார், நான் எதையும் தனிச்சு சாப்பிட மாட்டேன். പകുത്ത് താൻ സാപ്പിടുവേ. അപ്പൊ തന്നെ പൊണ്ടാട്ടി എങ്ങനെയാ? അതും പകുത്താണോ സാപ്പിടുന്നേ? നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തതിന്റെ ബാക്കി എന്നെ യാർ നിனைச்சா നായേ? അമ്മ മുതലാളി പോ പോ. മുതലാളി വന്നേ. വേണ്ട അവൻ സുണ്ട പാത്ത് പോയിട്ടിയാ പിന്നെടാ. പെരുമാളെ, കയ്യിൽ തഴമ്പുള്ള കുറച്ച് ഹൈറേഞ്ച് നസ്രാണികളെ നീ കണ്ടിട്ടുള്ളൂ. നെഞ്ചി തഴമ്പുള്ളവരെ നീ കണ്ടിട്ടുണ്ടോ? ജീവൻ കയ്യിലെടുത്ത് ഇങ്ങനെ തായം കെട്ടി കളിക്കുന്നവരെ. അങ്ങനെയുള്ള ഈ കൈവച്ചൊന്നും തന്നാലുണ്ടല്ലോ, നീ ഈ വണ്ടിയിൽ പടമായിട്ടിരിക്കും. പിന്നെ ഇവനത് പൊളിച്ചോണ്ട് പോയി ഫ്രെയിം ചെയ്ത് മാലയിട്ട് വല്ല ഭിത്തിയിലും തൂക്കേണ്ടി വരും. ചുമന്നിട്ട് പോടാ. டேய், நான் எப்போ ஒரு முளை முன்னாடி தெரியுவேன். அது உனக்கு இப்ப புரியாது. போ போ புரியும்.
ആ ദിവസത്തെ പോലെ ഇന്നും കട തുറന്ന് വെച്ചിട്ടുണ്ട്. കടക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് റെഡി ക്യാഷ് എന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് ഉള്ളവരെ കടയിൽ എത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി തന്നെ. ആമേ കർത്താവേ. ചായ ഉണ്ടോ? ഓ അകത്തേക്ക് ഇരിക്കാം. ലൈറ്റോ സ്ട്രോങ്ങോ? അത് ചേട്ടന്റെ ഇഷ്ടം. ആ അത് കൊള്ളാം. ഒരാൾ ഇങ്ങനെ ചായ ചോദിക്കുന്നത് എന്റെ ചായക്കട ലൈഫിൽ ആദ്യമായിട്ടാ. സാർ ഈ നാട്ടിൽ ആദ്യം അല്ലയോ? ഓ കൂപ്പിലേക്ക് പോകുന്ന വഴി ആയിരിക്കും. അതെന്താ, ഇത് കൂപ്പിലേക്കുള്ള വഴിയാണോ? അല്ല, സാധാരണ കൂപ്പ് വിളിച്ചേക്കുന്നവരാ ഈ ജാതി വണ്ടിയിലൊക്കെ ഇവിടെ വരാറേ. അല്ലാതെ ആര് വരാനാ സാറേ ഈ കാട്ടുമുക്കിൽ? ഓ അത് ചുമ്മാ. പള്ളിക്കര എന്ന് പറഞ്ഞാ ഇപ്പൊ കേരളം മുഴുവൻ ഫേമസ് അല്ലേ? ഓ അത് ഈ കാര്യമില്ല സാറേ. ഭൂമി കുലുക്കം ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട രീതി ഫേമസ് ആയിട്ട് എന്നതാ കാര്യം? ഈ ഭാഗത്ത് ഒരുപാട് കരിങ്കൽ ക്വാറികൾ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? കോടതി ഉത്തരവ് കാരണം എല്ലാം നിർത്തിയിരിക്കുക. അല്ല, സാർ ഇവിടെ ആദ്യാന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാം? ടി വിയിലുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമരം നടത്തുന്നൊക്കെ. നിങ്ങളുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, ഒരു ഗാന്ധിയൻ പിള്ള. ഓ സാറിന്റെ ഒരു ഓർമ്മശക്തിയെ. ഒരു പ്രാവശ്യം ടി വി കണ്ടെന്ന് വെച്ച് പേരൊക്കെ ഓർത്തിരിക്കുവോ? നല്ല ചൂടുണ്ടേ. ആ എത്രയായി? 2. ഹലോ, ഇത് വേണ്ടേ? ഇട്ടാ പിടിക്കാവോ? നിർബന്ധമാണേ നോക്കാം. പിടിച്ചോ. നേരെ പിടിക്കേ. ആ പിടി 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 പിടി.